അപ്പം TW14 ലൊക്കേഷൻ മനസ്സിലായല്ലോ? യെസ് സർ, മനസ്സിലായി. ഓക്കെ. അടുത്തത് നമുക്ക് ട്രിപ്പിൾ വാർമർ 15 എന്നുള്ളതാണ്. അതും സ്കാപ്പുലർ റീജിയനിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ. ട്രിപ്പിൾ വാർമർ 15 നിങ്ങൾക്ക് കാണാം. ഷോൾഡറിന്റെ, അതായത് ഏകദേശം നമ്മുടെ സ്പൈനൽ കോഡിന്റെ മധ്യഭാഗത്ത് നിന്നും അതേമാതിരി തന്നെ ഈ ഷോൾഡറിന്റെ എഡ്ജിലേക്ക് എടുത്ത് അപ്രോക്സിമേറ്റ്ലി മധ്യഭാഗത്ത് ഉണ്ടാവുക. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒട്ടുമിക്ക ആളുകൾക്കും പെയിൻ ഉണ്ടാവും. ഓക്കെ. ചിലവർക്കൊക്കെ സിവിയർ ആയിരിക്കും. അതിനെ ആക്ച്വലി നമ്മുടെ സ്ട്രെസ് ഏരിയ എന്നും കൂടി പറയാറുണ്ട്. ഓക്കെ. ഈ ഭാഗത്ത് മസാജ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വന്നിട്ട് നല്ല പെയിൻ ഉണ്ടെങ്കിൽ പോലും അത് നല്ലൊരു സുഖം തരുന്ന സ്ഥലമാണ്. ആരെങ്കിലും നമ്മുടെ പിന്നാലെ നമ്മൾ ഇരിക്കുമ്പോൾ വരുമ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവുന്ന ഈ TW15 ഏരിയ ഒക്കെ ടച്ച് ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് തന്നെ പ്രസ് ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞാൽ കാണാം, ഓവറായിട്ട് സ്ട്രെസ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അവിടെ വന്നിട്ട് സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും. കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അത്ര കാണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ സ്ട്രെസ് മസിൽസ് എന്നാണ് പറയുക എപ്പോഴും പൊതുവേ. ഈ ഷോൾഡറിന്റെ അവിടെയും അതേമാതിരി തന്നെ നമ്മുടെ ബാക്കിൽ വന്നിട്ട് 2 ടയർ പോലെ തൂങ്ങും. ആ ഭാഗമൊക്കെ സ്ട്രെസ് റിലേറ്റഡ് ഏരിയ. ഓക്കെ. അത് അവിടെയൊക്കെ മസാജ് ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രെസ് കൂടുതലുള്ള ആൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളാണിത്. മസാജിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സ്ഥലമാണ്. അതിൻ്റെ അത് മാത്രമല്ലാതെ യാങ്വീം വെസൽസ്, അതായത് നമ്മൾ 12 എക്സ്ട്രാ ഓർഡിനറി വെസൽസ് ഉണ്ട്. അതിലെ യാങ്വി വെസൽസിന്റെ ക്രോസിംഗ് പോയിന്റും കൂടെയാണ് ഈ ട്രിപ്പിൾ വാർമർ 15 എന്ന് പറയുന്നത്. അത് ഇതേമാതിരി തന്നെ ആഷിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഷോൾഡർ, ആം, അതേമാതിരി തന്നെ നെക്കിന്റെ റിജിഡിറ്റിക്കൊക്കെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. ഓക്കെ. ബാക്കി സെയിം തന്നെയാണ്. എല്ലാം ഇത് അടുത്തടുത്ത് വരുന്ന പോയിന്റ് ആയതുകൊണ്ട് ഫങ്ഷനുകളൊക്കെ നോർമലി കോമൺ ആയിട്ട് തന്നെയാണ് കാണുന്നുണ്ടാവുക. മെയിനായിട്ട് ഇത് ആഷിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഈ ആഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് സ്ട്രെസ്സൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ തന്നെ ഈ പോയിന്റ് നിങ്ങൾ മസാജ് ചെയ്യേ, അല്ലെങ്കിൽ കപ്പ് ചെയ്യേ, അതല്ലെങ്കിൽ കപ്പിംഗ് മസാജ് ചെയ്യേ, അതല്ലെങ്കിൽ അവിടെ എന്താ പറയുക മോക്സ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് അവിടുത്തെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സ്ട്രെസ്സിൽ വളരെയേറെ മാറ്റം ഉണ്ടാവും. ക്ലിയർ ആണോ? യെസ് സർ. അടുത്തത് ട്രിപ്പിൾ വാർമർ 16 എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ. 16 എന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് ലൊക്കേഷൻ കാണുന്നുണ്ടാവും. നമ്മുടെ സ്റ്റെർണോ ക്ലോയിഡോ മാസ്ട്രോയിഡ് മസിൽസ് എന്ന് പറയുന്ന ഒരു മസിൽസ് പ്രധാനമായിട്ടൊന്നുണ്ട്. അത് YNSA പഠിച്ചവർ ഈ പേര് ആൾറെഡി കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അനാട്ടമി ഫിസിയോളജി ആയിട്ട് ബന്ധമുള്ള ആളുകളും ഈ പേര് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ കഴുത്തിനെ താങ്ങി നിൽക്കുന്നതിൽ കുറേ മസിൽ ഉള്ള ഭാഗമാണ് കഴുത്ത്. അതിൽ വൺ ഓഫ് ദ മേജർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസിൽസ് ആണ് ഈ SCM മസിൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ അതായത് നമുക്ക് 2 വശമുണ്ട്. മസിൽസിന് ഫ്രണ്ട് വശം ഉണ്ടാവും, അതായത് കഴുത്തിന്റെ മുൻവശമായിട്ടും അതേമാതിരി തന്നെ ടുവേർഡ്സ് ബാക്കിലത്തെ കഴുത്തിലേക്ക്. ആ ഇതിനകത്ത് നമ്മുടെ സ്കാപ്പുലർ റീജിയനായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ താടിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്കാൽപ്പ് എത്തുന്ന ഭാഗത്ത് വരുന്ന പോയിന്റാണ് ട്രിപ്പിൾ വാർമർ 16. ഈ മസിൽസ് നിങ്ങൾ റെഗുലർ ആയിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഒരുപാട് എന്താ പറയുക മാറ്റങ്ങൾ ഉണ്ടാവും. അത് വളരെയേറെ എന്താ പറയുക ഇന്റേണലി നമുക്ക് വളരെ സപ്പോർട്ട് ചെയ്യുന്ന മസിലാണ് ഈ SCM മസിൽസ്. ഈ മസിൽസിനെ നമ്മൾ റെഗുലറായിട്ട് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പൊതുവെ എല്ലായിടത്തെ മസിൽസും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്യുന്നതും പ്രസ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മസിൽ ഏരിയയിലൊക്കെ വന്നിട്ട് എയർ ലോക്കും അതേമാതിരി തന്നെ ടോക്സിൻ പെട്ടെന്ന് അക്യുമുലേറ്റ് ചെയ്യാൻ സർക്കുലേഷൻ നടക്കുന്ന സമയത്ത് സാധ്യത കൂടിയ സ്ഥലങ്ങളാണ്. അപ്പൊ നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ നമ്മൾ സ്പോഞ്ചൊക്കെ ഉണ്ടല്ലോ, ഈ സ്പോഞ്ചൊക്കെ വന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വെള്ളത്തിൽ തന്നെയാണ് മുക്കിയെടുക്കുക അല്ലെ. അഴുക്ക് വെള്ളത്തിൽ മുക്കിയാൽ പോലും അതിലത്തെ അഴുക്ക് പുറത്തേക്ക് കഴിയും നമ്മൾ വെളിയിൽ അടിക്കുമ്പോൾ അത് ഫ്രഷ് ആകുന്നത് പോലെ തന്നെ നിങ്ങൾ മസിൽസിനെ പ്രസ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഫേഷ്യയുടെ എഫക്റ്റ് കൊണ്ട് ഒന്നാമത് അതിന്റെ പ്രസ്സിങ് എന്ന് പറയുന്നത് നമ്മൾ സ്കിന്നിലാണ് തൊടുന്നതെങ്കിലും അത് ഡീപ്പിലേക്ക് ഇറങ്ങിച്ചെല്ലും, അത് എല്ലാവിടെയും വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യും. അതേസമയം അത് കൂടാതെ ഈ മസിൽസിനെ നിങ്ങൾ സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അഡീഷണൽ ആയിട്ട് ബ്ലഡ് സർക്കുലേഷന് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവിടുത്തെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ അവിടെ വല്ല ടോക്സിൻസ്, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത, അതായത് എന്തൊക്കെയാണ് ടോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നല്ല സാധനവും ഒരു സ്ഥലത്ത് അടിഞ്ഞുകൂടിയിരുന്ന് അത് ടോക്സിൻ ആവും. ഏത് സാധനം എത്ര നല്ല സാധനമാണെങ്കിൽ പോലെ അത് ഒരേ സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ, അവിടെ ഒരു സഞ്ചാരം ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ
ഓട്ടോമാറ്റിക്കലി അത് ടോക്സിക് ആവും. എക്സാമ്പിൾ നമ്മൾ വീടൊക്കെ കുറേ കാലം എയർ സർക്കുലേഷൻ ഉള്ളിൽ നല്ല എയർ ഉണ്ട്, അതിൽ ഒന്നും എയർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാകാത്ത രീതിയിൽ നിങ്ങൾ അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്ന ഉടനെ അത് ശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ടോക്സിക് തന്നെയാണ്. ഒരു വെള്ളം ഒരുപാട് ദിവസം ഉപയോഗിക്കാതെ സഞ്ചാരമില്ലാതെ ഒരു ഭാഗത്ത് നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാലും അത് പതുക്കെ ടോക്സിക് ആവും. അത് എല്ലാം എനർജിക്കുള്ള എല്ലാത്തിനും അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഏതൊന്ന് എനർജിയാണോ ആ എനർജിക്ക് സർക്കുലേഷൻ നടന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ടോക്സിക് ആവും. ഒരാള് ജനിക്കണു, അയാൾക്ക് ജീവനുണ്ട്, എല്ലാം ഉണ്ട്, അയാൾ അനങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ അത് നല്ലതാണോ ചീത്തയാണോ? ചീത്തയാണ്. അതേപോലെ തന്നെയാണ് ശരീരത്തിനകത്തും സഞ്ചാരം വേണ്ട സാധനങ്ങൾക്ക് സഞ്ചരിക്കണം. അപ്പോൾ നമ്മുടെ ചീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സർക്കുലേറ്റ് ആവുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ പ്രാണൻ എന്ന് പറയുന്നതും എനർജിയാണ്. അപ്പൊ അത് ഒരേ സ്ഥലത്ത് ഒരുപാട് കാലം ഇരിക്കില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാം മരണപ്പെടുന്നത്. കാരണം ഒരേ ശരീരത്തിനകത്ത് അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും അത് ടോക്സിക്കാ. അപ്പൊ ആ സ്ഥലത്ത് നിന്ന് അത് മാറണം. അപ്പൊ മരണം വന്നിട്ട് നിർബന്ധമായി ഉണ്ടാവും. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് ആ ചീ കൊണ്ടാണ്. ചീ എപ്പോഴും സർക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അത് എപ്പോ വേണമെങ്കിലും സഞ്ചരിക്കാം. അപ്പൊ അത് ഈ ശരീരത്തിനകത്ത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിനെ നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കണം. അപ്പൊ സ്ട്രക്ചറൽ ബാലൻസ് കറക്റ്റ് ആയിരിക്കണം, ഓർഗൻ ബാലൻസ് കറക്റ്റ് ആയിരിക്കണം, മെന്റൽ ബാലൻസ് കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ ലൈഫ് സ്റ്റൈലും കറക്റ്റ് ആയിരിക്കണം. എങ്കിലേ നമുക്ക് എന്തുണ്ടാവത്തുള്ളൂ, കൂടുതൽ ലൈഫ് സ്പാൻ ഉണ്ടാവുള്ളൂ. ക്ലിയർ? ഇതിൽ ഏതെങ്കിലുമൊക്കെ തെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ആ ചീക്ക് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് വന്നിട്ട് കഴുത്തിന്റെ അടുത്തുള്ള ഒരു സാധനമാണ്. അപ്പൊ തലയോട് കൂടി ചേർന്നിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ഹെഡ് ഏക്കിന്, നെക്ക് റിജിഡിറ്റിക്ക്, കഴുത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തലയിലുള്ള മറ്റേ കാതായിക്കോട്ടെ, ആയിക്കോട്ടെ, ഇതിനെല്ലാം നല്ലതാണ്. അതിൻ്റെ ഒപ്പം ബാക്ടീരിയൽ ഇഷ്യൂസിന് അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷന് റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്കോർഫ്ല എന്ന് പറയുന്ന അസുഖത്തിനെ മാറ്റാൻ നമുക്ക് ഈ പോയിന്റ് ഉപയോഗിക്കാം. ഹീറ്റിനെ ക്ലിയർ ചെയ്യാൻ നല്ല പോയിന്റാണ് ട്രിപ്പിൾ വാർമർ 16. ക്ലിയർ ദ സെൻസറി ഓർഗൻസ്, അതായത് മൂക്ക്, കാത്, കണ്ണ് തുടങ്ങിയ ഓർഗൻസിൽ ഉണ്ടാവുന്ന ഹിൻഡ്രൻസിനെ ക്ലിയർ ചെയ്യാൻ ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ഹെഡിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. അതേമാതിരി തന്നെ വേദനാ സംഹാരിയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം, പ്രത്യേകിച്ച് കഴുത്ത്, തലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേദനകൾക്ക്. തല എന്ന് പറയുമ്പോൾ അവിടെ ആ കാതും കണ്ണും മൂക്കും ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ക്ലിയർ അല്ലേ? യെസ് സർ, ക്ലിയർ ആണ്. അവിടെ നീഡിൽ ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല, ഡീപ്പായിട്ട് ചെയ്യരുത്. അപ്പൊ ചെറിയ സുജോക്ക് നീഡിൽ മാത്രം. സുജോക്ക് നീഡിലിരിക്കാം, ഹാഫ് ചൂൺ ഉപയോഗിക്കാം, പക്ഷെ ഫുള്ളായിട്ട് കയറ്റണം എന്നില്ലല്ലോ. കുറച്ച് മാത്രം. അത് ഒരു ജസ്റ്റ് ഒരു എന്താ പറയാ, ചെറിയൊരു പോയിന്റ് അതിനകത്ത് തറച്ച്, നമ്മൾ സ്കിന്നിന്റെ മുകളിലാണെന്നല്ല പറയുന്നത്. അപ്പൊ ജസ്റ്റ് ആ സ്കിന്ന് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പോയിന്റ് വരെ പോവാം. നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷൻ ആണെങ്കിൽ ഡീപ്പ് നീഡ്ലിംഗ് ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് ഡീപ്പ് നീഡിൽ ചെയ്യാം. പക്ഷെ നമ്മൾ ആരും അതൊന്നും ദയവായിട്ട് പരീക്ഷിക്കരുത്. അപ്പൊ നിങ്ങൾ ഈ നെറ്റിലും മറ്റൊക്കെ കാണുന്ന സമയത്ത് ഡീപ്പ് നീഡ്ലിംഗ് ചെയ്യുന്നതുണ്ട്, അതൊന്നും പരീക്ഷിച്ച് നോക്കരുത്. ഐദർ അൺലെസ് നിങ്ങൾ വന്നിട്ട് മെഡിക്കലി ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കണം, അനാട്ടമി ഫിസിയോളജിയെ കുറിച്ച് നല്ല തറവായിരിക്കണം, ഏത് പൊസിഷനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ അറിയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ നെറ്റിലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ദയവായിട്ട് പരീക്ഷിക്കാൻ നിൽക്കരുത്. അപ്പൊ ഇത് വന്നിട്ട് നമ്മൾ കളർ അടിച്ചാലും മറ്റേ ഒരു സീഡ് വെച്ചാലും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ പോയിന്റിലൊക്കെ തന്നെ നമ്മൾ പ്രസ് ചെയ്താലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നീഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ പറയാറുണ്ട്, ഇത് കോലി എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയാണ്, അതായത് സ്കിന്നിനും മസിൽസിനും ഇടയിലുള്ള സ്ഥലത്ത് കൂടിയാണ് മെറിഡിയൻ പോകുന്നതെന്ന്. അപ്പൊ ഡീപ്പ് നീഡ്ലിംഗ് ഇങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ട. ഐദർ അൺലെസ് മസിൽസ്, കാലിലെ മസിൽസുകളൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ട്രിപ്പിൾ വാർമർ 17 എന്നുള്ള ലൊക്കേഷൻ ആണ്. കാതിന്റെ പിന്നാട ബാക്കിലായിട്ട് വരും. നിങ്ങൾ കൈ വെച്ചിട്ട് വായ തുറന്നു കഴിഞ്ഞാൽ ഒരു കുഴി പ്രത്യക്ഷപ്പെടും കാതിന്റെ പിന്നട ബാക്കിൽ. അതാണ് ട്രിപ്പിൾ വാർമർ 7 എന്ന് പറയുന്നത്. കാതിന്റെ ബാക്കിൽ, കാതിന്റെ പിന്ന ജോയിൻ ചെയ്യുന്നതിന്റെ കുറച്ച് മുകളിലായിട്ട് വരും. കറക്റ്റായിട്ട് നമ്മുടെ ഒരു ഫിംഗർ അവിടെ ലോക്ക് ആവുന്ന പോലെ തന്നെ ഉണ്ടാവും. ട്രിപ്പിൾ വാർമർ 17 എന്നുള്ള പോയിന്റ് ആണ്. അത് കാതിന്റെ അടുത്തുള്ള പോയിന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഇത് കാതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഈ പോയിന്റ് ഉപയോഗിക്കാം. അത് മാത്രം അല്ലാണ്ട് ഈ പോയിന്റ് വന്നിട്ട് ട്രിപ്പിൾ വാർമർ മെറിഡിയനും അതേമാതിരി ഗാൽ ബ്ലാഡർ മെറിഡിയനും ക്രോസ് ചെയ്യുന്ന പോയിന്റാണ്.
ഓക്കെ, ഇത് മുഖത്തിന്റെ വളരെ നല്ല പോയിന്റ് ആണ്. പ്രത്യേകിച്ച് മുഖം കോടിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം നിങ്ങൾക്ക് വന്നിട്ട് കോൾഡ്, അതായത് പുറത്ത് തണുപ്പ് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലവർക്ക് മുഖമൊക്കെ വന്നിട്ട് ഒരു ഭാഗം വലിഞ്ഞു മുറുകിയ പോലെ ഉണ്ടാവും. തൊട്ട് കഴിഞ്ഞാൽ പോലും സെൻസ് അറിയില്ല എന്നൊക്കെ ചിലർ പറയുണ്ടാവും, തണുപ്പത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള മറ്റേ ബുദ്ധിമുട്ടുള്ളവർക്ക്, അതേമാതിരി തന്നെ സ്ട്രോക്ക് കൊണ്ടിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് മുഖം കോടിയിട്ടുണ്ടെങ്കിൽ, അതേമാതിരി തന്നെ നമ്മുടെ ചീക്ക് താടി എന്നിട്ട് സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ, പല്ല് വേദനയ്ക്ക്, അതേമാതിരി തന്നെ ഈ വൈറൽ ഇൻഫെക്ഷൻസിനൊക്കെ തന്നെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. വിൻഡിനെ കളയാൻ, നമ്മുടെ ശരീരത്തിനകത്തുള്ള വിൻഡിന്റെ ആധിക്യം കളയാൻ ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ തല, മുഖം, കാതുകൾക്കൊക്കെ വളരെ നല്ല പോയിന്റാണിത്. അത് മാത്രം വിൻഡിനെ മാത്രമല്ല അത് ഡിസ്പ്ലേസ് ചെയ്യുന്നത്, ഹീറ്റിനെയും കൂടെ ഇത് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേമാതിരി തന്നെ മെറീഡിയൻ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. പെയിൻ റിമൂവ് ചെയ്യാൻ നല്ലതാണ്. പ്രത്യേകിച്ച് ആഷി ഏരിയയിൽ ഉണ്ടാവുന്ന പെയിൻ റിമൂവ് ചെയ്യും. അതായത് അതിന്റെ ലൊക്കേഷൻ കാതിന്റെ അടുത്താണ്, കാതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഫേസിന്റെ അടുത്തായതുകൊണ്ട് ഫേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ തന്നെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. മസാജ്, മറ്റേ നിങ്ങൾ ബ്യൂട്ടി പാർലർ മസാജിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തെ മസിൽസിനെയും സർക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടാണ് അവർ ഫിനിഷ് ചെയ്യുക. ഓക്കെ, TW17 ഫേഷ്യൽ മസാജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ TW17 എന്നുള്ളത്. മുഖത്തുള്ള എല്ലാ പോയിന്റും അത് കവർ ചെയ്യും കേട്ടോ. പക്ഷെ മസാജ് ചെയ്യുമ്പോൾ ഈ TW17 എന്നുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡബിൾ ചിന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെയുള്ള എക്സസ് മസിൽസിനെ അല്ലെങ്കിൽ സ്കിന്നിന്റെ ഇതിനെയൊക്കെ വന്നിട്ട് മസാജ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന സ്ഥലമാണ് ഈ TW7. അവിടെ കൊണ്ടുവന്നിട്ട് അവർ ഫിനിഷ് ചെയ്യും. TW18 എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഓക്കെ, അത് TW17, 18, 19, 20 ഒക്കെ തന്നെ കാതുവിന്റെ മറ്റേ നമ്മുടെ എന്താ പറയാ, ഈ നിങ്ങൾ ലൊക്കേഷൻ കാണുന്നുണ്ടോ? കാതിലല്ല ഈ ലൊക്കേഷൻ ഉള്ളത്, സ്കാൽപ്പിലാണ്. ഓക്കെ, കറക്റ്റായിട്ട് ആ നമ്മുടെ കാത് മുട്ടുന്ന സ്ഥലമായിട്ടാണ് വരിക. അതിന് എക്സാമ്പിൾ എടുക്കുകയാണ്, കാതിന്റെ മധ്യഭാഗം എടുത്തിട്ട് നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് 45 ഡിഗ്രി സെൻട്രലിൽ നിന്ന് ഒരു ക്രോസ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് 12, 3, 6, 9 എന്നുള്ളത് വാച്ചില് സമയക്രമം കാണിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് എവിടെയൊക്കെയാണ് പോയിന്റ് വരുന്നത് വെച്ചാൽ, ട്രിപ്പിൾ വാർമർ 18 എന്ന് പറയുന്ന പോയിന്റ് 4 എന്നുള്ള സമയം ആ ക്ലോക്കായിട്ട് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ, നാലാമത്തെ മറ്റേ മുള്ള് അല്ലെങ്കിൽ 4 എന്നുള്ള സംഖ്യ എവിടെയാണോ വരിക, അതും അല്ലെങ്കിൽ 3നും 6നും ഇടയ്ക്ക് 45 ഡിഗ്രി. ഇപ്പൊ നമ്മൾ പൊതുവെ വന്നിട്ട് മെഡിക്കലായിട്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇപ്പൊ ബ്രസ്റ്റിലൊക്കെ ലംബ വരികയാണെന്ന് വെക്കുക, അതിന്റെ ലൊക്കേഷൻ എക്സാക്റ്റ് ആയിട്ട് പറയാൻ അവർ ഉപയോഗിക്കുക. ആ മറ്റേ നമ്മൾ ഏത് സ്ഥലത്തിനെയാണോ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ സ്ഥലത്തിനെ ഒരു വാച്ചിന്റെ ആയിട്ടാണ് കമ്പയർ ചെയ്യുക. പെർഫെക്റ്റ് ആയിട്ട് ക്രോസ് ആയിട്ട് ഒരു വര വരഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ 12, 6, 3, 9, ഇതിന്റെ ഇടയിൽ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 45 ഡിഗ്രി അല്ല, ഒരു 30, മറ്റേ 40, 40, 45, 45, 80 അങ്ങനെയല്ലോ, 1, 2 വരണ്ടേ. അപ്പൊ ഒരു 32 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് വരും. ഓക്കെ സാർ, ഒരു ക്ലോക്കിന്റെ ഒരു 3 കഴിഞ്ഞാൽ 4ന്റെ കറക്റ്റ് സ്ഥലത്ത് വരുന്നുണ്ട്. അതെ അതെ, ഇത് മറ്റേ നിറയെ നിങ്ങൾ റിപ്പോർട്ട്സ് ഒക്കെ കാണുന്ന സമയത്ത് പലപ്പോഴും ഇത് ഉപയോഗിക്കുക വരും, ഈ സ്ട്രാറ്റജി. ഓക്കെ, പ്രത്യേകിച്ച് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത സ്ഥലങ്ങൾ അവിടെയൊക്കെ തന്നെ ഈ മറ്റേ 4ാമത്തെ അല്ലെങ്കിൽ 4th പ്ലേസിൽ അല്ലെങ്കിൽ 4 o'clock സ്ഥലത്തുനിന്നോ 3 o'clock സ്ഥലത്തുനിന്നോ അങ്ങനെ മെൻഷൻ ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അതൊരു വാച്ചായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ 4ാമത്തെ സംഖ്യ എവിടെയാണോ വരിക, 2ാമത്തെ സംഖ്യ എവിടെയാണോ വരിക എന്നുള്ളതാണ്. അതിൽ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് 4ാമത്തെ പൊസിഷനിലേക്ക് വരുന്ന സ്ഥലം അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് എടുത്തു വെച്ചാൽ, നമ്മളുടെ തലമുടി ഉണ്ടല്ലോ, ഹെയർ ലൈൻ ആൾമോസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന ഭാഗത്തായിരിക്കും. നമ്മുടെ കാതിന്റെ പിന്നാലെ ഒരു എന്താ പറയുക, ഒരു ബൾജിങ് ഉണ്ടാവും, നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അറിയാം. അതായത് TW17 നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ പൊന്തി നിൽക്കുന്ന ഒരു ബോൺ ഉണ്ട്, തൊട്ട് നോക്കിയോ നിങ്ങൾ? യെസ് സാർ, ഉണ്ട്. അതിന്റെ ആൾമോസ്റ്റ് ഏറ്റവും പൊന്തി നിൽക്കുന്നതിന്റെ അടുത്തായിട്ട് വരും. നിങ്ങൾ അവിടെ തൊടുമ്പോൾ ആ പൊന്തി നിൽക്കുന്നതിന്റെ അടുത്ത് തന്നെ ചെറിയൊരു ഫ്ലാറ്റ് പൊസിഷൻ കാണും, തൊട്ട് നോക്കിയാൽ അറിയാം എക്സാക്ട്. എങ്ങനെയാണോ നിങ്ങൾ TW10 ഒക്കെ എടുക്കുന്നത് അതേമാതിരി തന്നെ
ഒരു ചെറിയൊരു സമതല പ്രദേശം ഉണ്ടാവും. അതൊരു ഹിൽ ഏരിയ പോലെ പോയാലും ഒരു ഭാഗത്ത് മാത്രം സമതലമായിട്ട് കാണാനും പറ്റും. അവിടെ ചെറിയൊരു ആ സമതലത്തിൽ ചെറിയൊരു കുഴിയുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. തൊട്ട് നോക്കിയോ യെസ്. ഭാഗത്ത്? അത് തന്നെയാണ് ലൊക്കേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, അത് 4ലേക്ക് തന്നെ ഏകദേശം വരുന്നുണ്ട്. അത് 4. വരും, അത് ആ തന്നെ വരും. ഓക്കെ, അതാണ് ലൊക്കേഷൻ. ഓക്കെ, അതായത് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ വന്നിട്ട് ചെറിയ കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒരു മസിൽ പിടിച്ച് വലിക്കുന്ന പോലെ അവർ ബിഹേവ് ചെയ്യും. അതായത് ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ മസിൽസ് നമ്മൾ കൈയൊക്കെ വരയ്ക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഫിക്സ് വന്നാൽ വരയ്ക്കുന്ന പോലെ അവരറിയാതെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ചെയ്യുന്ന സ്വഭാവം കുട്ടികളിലുണ്ടാവും. ഓക്കെ, മനഃപൂർവ്വമല്ലാതെ മസിൽ കോൺട്രാക്ഷൻസ്, അത് പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാവുന്ന ഇഷ്യൂസിന് നമുക്ക് ഈ പോയിന്റിൽ നിങ്ങൾ മസാജ് ചെയ്യേ, അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യേ, സീഡ് ഒട്ടിക്കുകയൊക്കെ ചെയ്താൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. ഹെഡ് ഏക്കിന് നല്ലതാണ്, ടിനിറ്റസിന് നല്ലതാണ്. ടിനിറ്റസ് എന്ന് പറയുമ്പോൾ കാതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ആണ്. കാരണം അതിന്റെ കാതിന്റെ ആഷിയായിട്ട് വരുന്ന പോയിന്റ് ആയതുകൊണ്ട് കാതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഈ പോയിന്റ് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ റെഗുലർ ആയിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ, സിവിയർ ആയിട്ട് സയാറ്റിക്ക പെയിൻ ഉള്ള ആളുകളിലാണെങ്കിൽ അവിടെ നല്ല വേദന ഉണ്ടാവും. സിവിയർ ആയിട്ട് സയാറ്റിക്ക പെയിൻ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പ്രസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ലൊരു പെയിൻ കാണാം. അവിടെ നിങ്ങൾ കുറച്ച് നേരം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 5 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ആ പെയിനിന് താൽക്കാലികമായിട്ടുള്ള ഒരു ശമനം കൂടെ കിട്ടും കേട്ടോ, ആ ഭാഗം നിങ്ങൾ മസാജ് ചെയ്യുന്നു. ഓക്കെ, ആരെങ്കിലും ഉണ്ടോ ഇടുപ്പ് വേദനക്കാര്, അല്ലെങ്കിൽ അവിടെ തൊടുമ്പോൾ വേദനയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലുംബാർ ഏരിയയിൽ മറ്റേ എന്താ പറയുക, നല്ലൊരു എന്താ പറയുക മറ്റേ നെർവ് കംപ്രഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ആർക്കും ഇല്ലേ വേദന ആ ഭാഗത്ത്? ചെറിയ വേദന ഉണ്ട്, സിവിയർ ഇല്ല. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലുംബാറിൽ ചെറിയൊരു വീക്ക്നെസ് ഉണ്ടാവും. ഇടുപ്പ് വേദനയോ അല്ലെങ്കിൽ സയാറ്റിക്ക പെയിനോ ഉള്ള ഒരാളായിരിക്കും. അല്ലെങ്കിൽ മറ്റേ ഒരു ദിവസം വീട് ചുറ്റും ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ ഇടുപ്പ് വേദന വരുന്ന ആളായിരിക്കും. ഇവിടെ താൽക്കാലിക മാത്രമേ പെയിന് ഇതാവും, റിലീസ് ആവും ഇവിടെ. അതെ അതെ, ഓ. അവിടുത്തെ ഇഷ്യൂസിനെ സോർട്ട് ഔട്ട് ചെയ്യണ്ടേ, വേണ്ടേ? വേണം. അതേമാതിരി തന്നെ 2 എന്നുള്ള പൊസിഷനിൽ വരുന്ന ലൊക്കേഷനിലാണ് TW19. ഓക്കെ, ഹെഡ് ഏക്ക്, ടിനിറ്റസ്, ഡെഫ്നെസ്. കാരണം ഇത് കാതിന്റെ തന്നെ അടുത്തുള്ള മറ്റേ വളരെ അടുത്തുള്ള ലൊക്കേഷനാണ്. ഓക്കെ, നിങ്ങൾ ആ TW18 മേലേക്ക് കൈ അതേ ലൊക്കേഷനിൽ കൊണ്ടുപോയാൽ ഒരു സ്ഥലത്ത് വരുമ്പോൾ ആ കൈ അതിന്റെ മുകളിലേക്ക് പോവില്ല. ചെയ്ത് നോക്കൂ. ചെയ്താ? ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു, ഇവിടെ നിന്ന് കൈ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ സ്ഥലം എത്തുമ്പോൾ തനിയെ ലോക്കാവും. അതിന്റെ മേലെ പോകണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ LA2 ലോക്ക് ആവുന്നത്? ആ ലോക്കിന്റെ മേലെയാണോ? എങ്ങനെയാണ്? അവിടെ ഒരു ലോക്ക് മാതിരി ഉണ്ടാവും, അവിടെ ചെറിയൊരു കുഴിയും കാണാം. അതെ, കാതിന്റെ നമ്മളുടെ പിന്നെ മറ്റേ ഇത് എന്താ പറയാ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ സാധനം കറക്റ്റായിട്ട് ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ അടുത്തുള്ള ലൊക്കേഷൻ തന്നെയാണ്. അതിന്റെ അടുത്ത് തന്നെയാണോ? അതായത് നിങ്ങൾ ആ TW18 കൈ മുകളിലേക്ക് അതേ സർക്കുലേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ, കാത് പോകുന്ന അതേ ദിശയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മുകളിൽ എത്തുമ്പോൾ ഒരു സ്റ്റോപ്പ് വരും അവിടെ. അതിന്റെ മുകളിലേക്ക് കൈ പോകണമെങ്കിൽ കൈ നിങ്ങൾ ഒന്നില്ലെങ്കിൽ നന്നായി അമർത്തണം, അല്ലെങ്കിൽ എടുക്കണം. കിട്ടിയില്ല? ഇല്ല. ഇതല്ലേ നമ്മൾ പറഞ്ഞ 18 എന്ന് പറഞ്ഞത്? കാണുന്നുണ്ടോ നിങ്ങൾക്ക്? സാറിന് കാണുന്നു, തല മാത്രമേ കാണുന്നില്ലോ, കൈവച്ച കാണുന്നില്ല. ഇപ്പൊ അതെ അതെ, ഇതാണല്ലോ 18 എന്ന് പറഞ്ഞത്. ഇവിടുന്ന് കൈ അതേമാതിരി കൊണ്ടുപോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു കുഴി ഉണ്ടാവും. അതെ, അപ്രോക്സിമേറ്റ്ലി 2 ചൂ. കണ്ടോ? എന്റെ കൈ ഇതിന്റെ മേലെ പോവാണെങ്കിൽ ഞാൻ കൈ ഒന്ന് ലൂസ് ചെയ്തെടുക്കണം. കിട്ടിയ സ്ഥലം കൈ എടുത്ത് മാറ്റണം. ഈ പോയിന്റ് ആണ് ഈ പറഞ്ഞ ട്രിപ്പിൾ വാർമറിന്റെ 19ാമത്തെ പോയിന്റ്. കമ്പിന്റെ അപ്പുറം അല്ലേ? കമ്പ് കഴിഞ്ഞിട്ടുള്ള ഇറക്കത്തില്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു മനസ്സിലായി. ഓക്കെ, അത് മറ്റേ ആൾമോസ്റ്റ് 18ന്റെ അതേ ഗുണം തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ അപ്പർ ലുംബാറിലായിരിക്കും വേദന. ഓക്കെ,
ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ. TW20 നിങ്ങൾക്കറിയാം, കാതിന്റെ ഏറ്റവും മുകളിൽ പൊന്തി നിൽക്കുന്ന ഭാഗത്ത് സ്കാൽപ്പിന്റെ ഏരിയയിൽ വരുന്ന പോയിന്റ് ആണ്. ഓക്കെ. അതുപോലെ കാത് മടക്കി നോക്കാം, പക്ഷെ കാത് മടക്കുമ്പോൾ കറക്റ്റായിട്ട് മടക്കിയില്ലെങ്കിൽ ലൊക്കേഷൻ തെറ്റും. ഇതേപോലെ നിങ്ങൾ എടുത്താൽ മതി സ്ഥലം. അവിടെ തൊടുമ്പോൾ തന്നെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. ഓക്കെ. ഡയറക്ട്ലി അബോവ് ദ ഇയർ അപ്പെക്സ് വിത്തിൻ ദ ഹെയർ ലൈൻ. ഹെയർ ലൈനിന്റെ ഭാഗത്തായിട്ട് വരുന്ന സ്കാൽപ്പിലാണ്. അപ്പെക്സിന്റെ ഏറ്റവും മുകളിൽ, കാതിന്റെ ഏറ്റവും പൊന്തി നിൽക്കുന്ന ഭാഗത്തിന്റെ തലയോടിനോട് ചേർന്നിട്ടുള്ള പോയിന്റ് ആണ്. ഈ പോയിന്റിന് വളരെ പ്രത്യേകതയുണ്ട്. ഇത് ട്രിപ്പിൾ വാർമർ മെറീഡിയന്റെ പോയിന്റ് ആണ്. ഇതിൽ കൂടി ഗാൽ ബ്ലാഡറിന്റെ മെറീഡിയൻ കടന്നു പോകുന്നുണ്ട്. അതേമാതിരി തന്നെ ലാർജ് ഇൻഡസ്ട്രിയന്റെ മെറീഡിയനും കടന്നു പോകുന്നുണ്ട്. ഇത്രയും ക്രോസിംഗ് പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റിന് എന്തെങ്കിലും മസാജോ നീഡിലോ എന്ത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 3 ഓർഗൺ അവിടെ കണക്റ്റഡ് ആവും. അത് ട്രിപ്പിൾ വാർമറിൽ കണക്റ്റഡ് ആവും, ഗാൽ ബ്ലാഡർ കണക്റ്റഡ് ആവും, ലാർജ് ഇൻഡസ്ട്രിയനും കണക്റ്റഡ് ആവും. ഇതിന് പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻസ് എന്തിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, മംസിന് ട്രീറ്റ് ചെയ്യാം. താട വീക്കം എന്ന് പറയില്ലേ? ഹലോ സർ കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെയൊക്കെ താട വീക്കം എന്ന് പറയും. ഈ കഴുത്തിന്റെ ഇവിടെ കുട്ടികൾക്ക് വരും, ഒരു വൈറൽ ഇൻഫെക്ഷൻ പകരുന്നതാണെന്ന് പറയും. ഓക്കെ. പണ്ടൊക്കെ വന്നിട്ട് ആനയുടെ പല്ലിനെ വരച്ചിട്ട് തേച്ചു കൊടുക്കുമായിരുന്നു. മുണ്ടി നീരല്ലേ? മുണ്ടി നീര്. യെസ് ആ സാധനം തന്നെ. ഓക്കെ. സോ അതിന് നല്ലതാണ്. അതേമാതിരി തന്നെ മറ്റേ കണ്ണില് ചില ആളുകൾക്ക് വന്നിട്ട് ചില പ്രത്യേക ഭാഗങ്ങളിൽ സ്പോട്സ് തോന്നും നോക്കുന്ന സമയത്ത്. ഓക്കെ. നിബുല എന്ന് പറയും. ഓക്കെ. കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് മാറ്റാൻ നല്ലതാണ്. അതേമാതിരി തന്നെ കാഴ്ചയിൽ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ വന്നിട്ട് റെഗുലർ ആയിട്ട് ചിലവർക്ക് വന്നിട്ട് എന്തുണ്ടാവും വെച്ചാൽ ഒരു ഫോഗ്നെസ് ഫീൽ ചെയ്യും. അതായത് കാഴ്ചക്ക് എന്തൊക്കെയോ ജീവജാലങ്ങൾ നമ്മൾ ചില സമയത്ത് നന്നായിട്ട് തുമ്മുകയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ചില സ്പോട്സ് ഒക്കെ നമുക്ക് കാണുന്ന മാതിരി തോന്നും ഇല്ലേ? അങ്ങനെ റെഗുലർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊരു ഡിസീസാണ്. എപ്പോഴെങ്കിലും നമ്മൾ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ കുറെ നേരം നല്ല ഇരുട്ടത്തിൽ ഇരുന്നിട്ട് പെട്ടെന്ന് പ്രകാശത്തിലേക്ക് വരുമ്പോൾ ഒരു സെക്കൻഡ് വരുന്നതല്ല, അതല്ലാതെ ചിലവർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള ഡിസീസിന് ഈ പോയിന്റ് നല്ലതാണ്. പല്ലുവേദനയ്ക്ക് നല്ലതാണ്. നെക്ക് റിജിഡിറ്റിക്ക് നല്ലതാണ്. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. ആഷിയായിട്ട് ഹെഡിലാണുള്ളത്, അതുകൊണ്ട് തന്നെ അതിന് ബെനിഫിറ്റ് ചെയ്യുന്നു. ഹീറ്റിനെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അലിവേറ്റ്സ് പെയിൻ. ഓക്കെ. ഇത്രയും ലൊക്കേഷൻസിന് ഈ പോയിന്റ് നല്ലത്. DW20. 21ന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മൾ ലൊക്കേഷനെ കുറിച്ച് പറയുന്നില്ല, നേരെ ഇതിനകത്തേക്ക് പോവാണ്. കാതിന്റെ അടുത്തുള്ള പോയിന്റ് ആണ്. ടിനീറ്റസിന് നല്ലതാണ്, ഡെഫ്നെസ്സിന് നല്ലതാണ്. ഓക്കെ. അതേമാതിരി തന്നെ കാതിന്റെ ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊതുവെ കുട്ടികൾക്ക് അത് കൂടുതൽ ഉണ്ടാവും. ഓക്കെ. ആ ഇൻഫെക്ഷൻ മാറാനൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. ഈ ഇൻഫെക്ഷൻ വന്നിട്ട് വൈറൽ കൊണ്ടും ഉണ്ടാവും, ബാക്ടീരിയ കൊണ്ടും ഉണ്ടാവും. ഓക്കെ. അത് ഇയർ ഡ്രമ്മിന്റെ അടുത്തുള്ള സമയത്ത് അത് വന്നിട്ട് ഓട്ടോമാറ്റിക്കലി റെസിപ്രേഷനെയും ബാധിക്കും. ഇതിനെല്ലാം തന്നെ ഈ പോയിന്റ് നല്ലതാണ്. പല്ലുവേദനയ്ക്ക് നല്ലതാണ്. കാതുകൾക്ക് വളരെ നല്ല പോയിന്റ് ആണ്. കാരണം ആഷിയായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഹീറ്റിന് ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അലിവേറ്റ്സ് ദ പെയിൻ. അതേമാതിരി നീഡിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡെപ്ത് ആയിട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഇത് ചെയ്താൽ മതി. ഓക്കെ. നമ്മൾ ഈ ലൊക്കേഷൻ, ഈ പെൺകുട്ടിയുടെ ചിത്രം ഇട്ടുണ്ട് നോക്കുക. ട്രിപ്പിൾ വാർമർ 21 SI19 GB2. ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾ വന്നിട്ട് അവിടെ കാതിന്റെ ഏറ്റവും മുകളിലേക്ക് വെച്ചിട്ട് പിന്നെ നമ്മുടെ സ്കാൽപ്പുമായിട്ട്, കാതിന്റെ ഫ്രണ്ട് വശത്തുള്ള പിന്ന വന്നിട്ട് ഈ കാതുമായിട്ട് സ്കാൽപ്പുമായിട്ട് ചേരുന്ന ഭാഗത്ത് നിങ്ങൾ വായി തുറന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കുഴി പ്രത്യക്ഷപ്പെടും. അതിന്റെ താഴെ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഈ കാതിന്റെ അവിടെ ഒരു പൊന്തി നിൽക്കുന്ന ഒരു മസിൽ ഉണ്ടല്ലോ, ഒരു ഭാഗം. അതായത് മൗസിൽ ഞാൻ തൊട്ട് കാണിക്കും. മൗസിൽ ഓക്കെ. എന്റെ മൗസ് കാണുന്നുണ്ടോ? ഇവിടെ ചെറിയൊരു തടുപ്പ് എല്ലാവർക്കും കാണാം. അതിന്റെ ഇവിടെയും ഒരു കുഴി കാണാം. നമ്മൾ വായ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ഒരു കുഴി കാണാം, ഇതിന്റെ അടുത്തൊരു കുഴി കാണാം, ഈ GB20ന്റെ അവിടെയും ഒരു കുഴി കാണാൻ പറ്റും. ഓക്കെ. സോ ഈ ആദ്യത്തെ വരുന്ന കുഴിയാണ് TW21. ഓക്കെ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അടുത്തത് TW22 എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ. ഈ ഭാഗത്ത് ചെയ്യുന്ന സമയത്ത് ഡീപ്പ് നീഡ്ലിംഗ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അവിടെ നിന്ന് തൊട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അവിടെ വന്നിട്ട് പ്രധാനപ്പെട്ട ഒരു ആർട്ടറി പോണ്ട്. അപ്പൊ ചിലപ്പോൾ അതിനകത്ത് തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേറെ ബ്ലഡ് വരും. ഓക്കെ. അതായത് 0.5 ചൂൺ മുന്നിലായിട്ടാണ് വരിക. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ. മറ്റേതൊക്കെ ചേർന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഇത് ഒരു 0.5 ചൂൺ മുന്നിലായിട്ട് വരും. അത്രയേ ഉള്ളൂ.
ക്രോസിംഗ് പോയിന്റ് ആണ്. ഏതിന്റെയൊക്കെയാണ്? സാൻജിയാവോ, ഗാൽ ബ്ലാഡർ ആൻഡ് സ്മോൾ ഇൻറ്റെസ്റ്റിന്റെ ക്രോസിംഗ് പോയിന്റ് ആണ്. തലയിലുള്ള പോയിന്റ് ആണ്. ഹെഡ് ഏക്കിന് നല്ലതാണ്. കാതിന്റെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഇത് ടിനീറ്റസിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതേമാതിരി തന്നെ നമ്മൾ ചില ആളുകൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കോട്ടുവായൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വായ കോടിപ്പോവും. അതായത് വായ അടയ്ക്കാനൊന്നും പറ്റില്ല, ജോ ലോക്കാവും. ഓക്കെ, അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. കാരണം നിങ്ങൾക്ക് വായ തുറക്കാനോ അടയ്ക്കാനോ പറ്റില്ല. സോ ഈ ഒരു ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ നിങ്ങൾ റെഗുലർ ആയിട്ട് ഈ പോയിന്റ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ജോനെ അത് സപ്പോർട്ട് ചെയ്യും. അതേമാതിരി തന്നെ മറ്റേ മുഖം കോടിയിട്ടുണ്ടെങ്കിൽ അത് മാറാനും ഈ പോയിന്റ് നല്ലതാണ്. വിൻഡിനെ ക്ലിയർ ചെയ്യുന്നു, അലിവേറ്റ്സ് പെയിൻ, വേദന സംഹാരിയായിട്ടും കൂടെ ഇത് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ. അടുത്തത് 23 എന്നുള്ള പോയിന്റ് ആണ്. 23യുടെ ലൊക്കേഷൻ നോക്കുക, നമ്മുടെ പിരികം അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നാണ്. അപ്പൊ 21 അത് സ്പ്ലിറ്റ് ചെയ്ത് 21 നമുക്കറിയാം എവിടെയാണെന്ന്. അവിടുന്ന് 23ലേക്ക് പോകുന്നതിൽ നിന്ന് 0.5 ചൂൺ മുന്നിലായിട്ടാണ് 22 ഉള്ളത്. 23 എന്നുള്ളത് മറ്റേ കൺപിരികത്തിന്റെ എഡ്ജിൽ വരുന്ന ലൊക്കേഷനാണ്. ഓക്കെ, ക്ലിയർ? ക്ലിയർ. ഓക്കെ, ഇത് ഫേസിലുള്ളതായതുകൊണ്ടും കണ്ണിന്റെ അടുത്തുള്ളതായതുകൊണ്ടും ഫേസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. മറ്റേ കണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. മറ്റേ ബ്യൂട്ടി പാർലറിലും മറ്റുമൊക്കെ ഫേഷ്യൽ ചെയ്യുമ്പോഴൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇത് ഈ ബ്യൂട്ടി പാർലറിലൊക്കെ വന്നിട്ട് അവർ മസാജ് ചെയ്യുന്നത് ഒരു സുഖത്തിന് വേണ്ടിയിട്ട്, സ്കിന്നിന്റെ സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അവർ അറിയാതെ നമ്മളുടെ ഇന്റേണൽ ഓർഗണിനെ അല്ലെങ്കിൽ എനർജി പാത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മസിൽസും അങ്ങനെ, മറ്റേ മസാജസും അങ്ങനെ തന്നെയാണ്. പക്ഷെ പലരും മസാജ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കണമെന്നോ എന്താണ് നടക്കണമെന്നോ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി റെഗുലറായിട്ട് മസാജ് എടുത്തു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ വന്ന് ഇടയ്ക്കൊന്ന് ഒരു മസാജ് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെറീഡിയൻസിനെയൊക്കെ സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു എനർജി കിട്ടുന്നു. അതുകൊണ്ട് അതിന് അഡിക്ഷൻ ആവുന്നത് പോലെ തന്നെ ഈ മസാജ് കിട്ടുമ്പോൾ ബോഡിക്ക് അത്ര എഫേർട്ട് എടുക്കാതെ ചില കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് അതിനോടൊരു ടെൻഡൻസി നമുക്ക് റെഗുലറായിട്ട് മസാജ് പോകുന്ന ആളുകളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മസാജ് പോകണമെന്നൊരു തോന്നൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. എങ്ങനെയാണോ കൈവിരലുകളൊക്കെ നമ്മൾ ഞെട്ട പൊട്ടിക്കുന്നത് പോലെയുള്ളൊരു ഇതാണ് മസാജ്. റെഗുലറായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് കിട്ടാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടും. അതേപോലെ തന്നെ നിങ്ങൾ തന്നെ മറ്റേ ഒന്ന് എന്തെങ്കിലും ഒരു കൈവേദനയ്ക്ക് നിങ്ങൾ അമർത്തി കൊടുത്തിട്ട് ആ വേദന മാറിക്കഴിഞ്ഞാലും പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അത് അവിടെ ഒന്ന് അമർത്തി കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം നിങ്ങൾ ഈ ചെയ്യുന്ന മസാജുകളെല്ലാം തന്നെ എല്ലാവർക്കും നമുക്ക് ചെയ്യാം. കുട്ടികൾക്കൊക്കെ കുളിക്കുന്ന സമയത്ത് നമ്മൾ മസാജ് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ വന്നിട്ട് പണ്ട് ഈ ശനിയാഴ്ച ഒരു പ്രത്യേകതരം കുളിയുണ്ട്, എണ്ണ തേച്ചിട്ട് വെയിലത്ത് ഇരുന്നിട്ട് കുറച്ചു നേരം. സോ ആ സമയത്തൊക്കെ വന്നിട്ട് മസാജ് ചെയ്തിട്ട് തന്നെയാണ് കുളിക്കുക. അപ്പോൾ വീട്ടിൽ ആരാണോ അവരുടെ പെയർ, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ അമ്മമാര് ചെയ്തു കൊടുക്കും, ഭർത്താവിന് ഭാര്യ ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അവർക്ക് അതിന് അഡിക്ഷൻ ആവും. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോഡിക്ക് വളരെ കംഫർട്ടബിൾ കിട്ടും. ഈ ഒരു എണ്ണയിട്ടിട്ടുള്ള ഒഴിച്ചിൽ ചെയ്യുന്ന സമയത്ത് മസിലുകളൊക്കെ റീജനറേറ്റ് ചെയ്യാനും സ്കിന്നിനൊക്കെ വന്നിട്ട് സ്മൂത്ത്നെസ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. സോ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെയും കൂടെ അത് സപ്പോർട്ട് ചെയ്യും, കിഡ്നീനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് ഓർഗണിന് ഗുണം കിട്ടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലേക്ക് അഡിക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് തെറ്റായിട്ടുള്ള അഡിക്ഷൻ അല്ല, നല്ല അഡിക്ഷൻ തന്നെയാണ്. ഓക്കെ, സോ സാർ, കണ്ണിന്റെ ചെയ്യുന്ന സമയത്ത് ഏത് കണ്ണിനാണ്? ആ ഭാഗത്തിന്റെ പുരുക്കത്തിന്റെ എൻഡിലല്ലേ? ഞാൻ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പ്രസ് ചെയ്ത് നോക്കും, കൈകൊണ്ടൊന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് നോക്കൂ. ഏത് ഭാഗത്താണോ വേദന കൂടുതൽ ആ ഭാഗത്ത് ചെയ്യും. അതിന്റെ എന്തെങ്കിലും പ്രശ്നത്തിന് പെയിൻ ഉണ്ടാവുമോ? സാധാരണ നിങ്ങൾ കാഴ്ച ഉദ്ദേശിക്കുന്നത്. നോക്കുക, നിങ്ങൾ ആ ലൊക്കേഷൻ തൊടുമ്പോൾ നിങ്ങളിപ്പോൾ കാതിന്റെ ബാക്കിൽ വേദനയുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞോ? ലൊക്കേഷൻ എക്സാക്ട് തൊട്ട് അവിടെ മസാജ് ചെയ്യുമ്പോൾ ചെറിയൊരു വേദന തോന്നിയില്ലേ? അതെ. അത് അടുത്ത് അതിന്റെ തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ ആ വേദന തോന്നിയില്ലല്ലോ. ഇല്ല. അപ്പൊ ആ വേദന വരുന്ന സ്ഥലമാണ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഐ നീഡ് ഹെൽപ്പ് എന്ന് നിങ്ങളുടെ അടുത്ത് ബോഡി പറയണത്. ഓക്കെ, ഓക്കെ. എപ്പോഴാണോ മുട്ടുവേദനയ്ക്ക് അപ്പോഴാണ് കൈ അറിയാതെ മുട്ടിൽ പിടിച്ചിട്ട് നിങ്ങൾ എഴുന്നേൽക്കുക. എപ്പോഴാണോ തലവേദനയ്ക്ക് അപ്പോഴാണ് നിങ്ങൾ തലയിൽ തൊടുക, അല്ലേ? അതെ. അപ്പൊ അല്ലാത്തപ്പോ നിങ്ങൾ തൊടില്ല. അപ്പൊ അതെന്താ പറയുന്നത്? ദ പെയിൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് നീഡ്സ് എ സപ്പോർട്ട്. അപ്പൊ മുട്ടുവേദന വരുന്ന സമയത്ത് എഴുന്നേൽക്കുമ്പോൾ അവിടെ ഒരു സപ്പോർട്ട് കൊടുത്ത് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് എടുക്കും. സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതേമാതിരി തലവേദന വരുമ്പോൾ അവിടെ നമ്മുടെ മറ്റേ എന്താ പറയുക, ചെന്നിക്കുത്ത് എന്ന് പറയുന്ന വേദന വരുന്ന സമയത്ത് നമ്മൾ തലയിലെ സൈഡിൽ കൈവച്ചിരിക്കും. അപ്പൊ നമുക്കൊരു സുഖമാണ്, കംഫർട്ടബിൾ ആണ്. അതെ, വയറുവേദനക്ക് വയറ്റിൽ ആ, കൈവെക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ
നിങ്ങൾക്ക് ആ പെയിൻ തരുന്നത് ഇറ്റ് നീഡ്സ് ഹെൽപ്പ് എന്നാണ്. വയറുവേദന എൻറ്റയർ ആയിട്ട് വരും, പക്ഷെ ഇതൊക്കെ ചെന്നിക്കുത്ത് എന്നൊക്കെ പറയുമ്പോൾ സിംഗിൾ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ബോഡി നിങ്ങൾക്ക് അവിടെ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് ചോദിക്കും. ആ ഭാഷ മനസ്സിലായാൽ മതി. അതാണ് ഈ പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സർ മനസ്സിലായി. അതേ സമയത്ത് ഒരാൾ വീണു ആക്സിഡന്റ് ആയിട്ട് അവിടെ വേദന വരുമ്പോൾ അവിടെ മസാജ് ചെയ്യരുത്. അത് വന്നിട്ട് ഇൻഷുറിയുടെ പെയിൻ ആണ്. അത് രണ്ടും തിരിച്ചറിയാൻ പറ്റണം. ഇൻഷുറി അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഒക്കെ അവിടെ പോയിട്ട് ഇരുന്ന് കൈവച്ച് മസാജ് ചെയ്ത അബദ്ധമാണ്. അത് നിങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ളത് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അറിയാം. അല്ലെ, ഒരാൾ വന്നിട്ട് മറ്റേ എവിടെയെങ്കിലും ഇടിച്ചിട്ട് ഭയങ്കരമായിട്ട് റെഡിഷ് കളർ ആയിരിക്കണം, അവിടെ പോയിട്ട് വെച്ച് അമർത്താൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവൻ പോകും, ഇല്ലേ? അതെ. അത് ചെയ്യരുത്. അപ്പൊ ആ സിറ്റുവേഷൻ കൂടെ നോക്കണം. നോർമലി പെയിൻ ഇല്ല, അവിടെ തൊടുമ്പോൾ പെയിൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് നീഡ് സപ്പോർട്ട് എന്നാണ്. ഓക്കെ, മാനസികമായ ഇഷ്യൂസിന് ഈ പോയിന്റ് നല്ലതാണ്. എപ്പിലെപ്സിക്ക് നല്ലതാണ്. വിൻഡിനെ ഡിസ്പേഴ്സ് ചെയ്യുന്നു, ഐനെ സപ്പോർട്ട് ചെയ്യുന്നു. അതേമാതിരി ആഷിയുടെ വേദന സംഹാരിയായിട്ടും ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. മാനസികമായ എന്തുകൊണ്ടാ കാരണം? മെന്റലി ഇത് നല്ലതെന്ന് പറയാൻ കാരണം എന്താ ഈ പോയിന്റ്? ട്രിപ്പിൾ വാർമർ എന്ന് പറയുന്നത് ബ്രെയിനായിട്ട് കണക്ട് ചെയ്യുന്നതല്ലേ? അതെ, ഈ പോയിന്റിന് എന്താ പ്രത്യേകത? 23. ബ്രെയിനിന്റെ ഏറ്റവും അടുത്തുള്ള പോയിന്റ് അല്ലേ? ഓക്കെ, അതെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, പല കാര്യത്തിനും ഉത്തരം കിട്ടും. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്, അത് ഏതിന്റെ അടുത്താണ്, എന്തുകൊണ്ടാണ്? നിങ്ങൾ സുജോക്ക് പഠിക്കുന്ന സമയത്ത് ട്രിപ്പിൾ വാർമർ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അതിന് പകരം എന്താ പറയാ? ട്രിപ്പിൾ വാർമർ സുജോക്കിലില്ല. അതിന് പകരം വേറെ 2 സാധനം ഉണ്ട്. അതെ. എന്താണ് അതൊക്കെ? ഒന്ന് ബ്രെയിനും പിന്നെ ഒന്ന് സ്പൈനും. സ്പൈനൽ കോഡ്. അല്ലെ, ബ്രെയിൻ ആണെങ്കിലും സ്പൈൻ ആണെങ്കിലും രണ്ടും ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നതല്ലേ? അതെ. അതേമാതിരി TW23 ബ്രെയിനിന്റെ അടുത്തുള്ള പോയിന്റ് ആണ്. സപ്പോർട്ട്. അതെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ നമ്മുടെ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.